എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മാമച്ചായൻ രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങളെ അടുത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ ജിൽ നിന്നോണോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീനയും രേവതിക്കുട്ടിയും വരുന്നത്. അന്നേരം അലീന ചോദിക്കും, എന്താ മാമച്ചായ അവിടെ ഒരു രഹസ്യം എന്ന് ചോദിക്കുമ്പം, നിങ്ങളുടെ അടുത്ത് പിടിച്ച് നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഓ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇവിടെ വല്ല വടംവലി നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അലീന. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ നടത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പിടിച്ച് നിന്നോളാം എന്ന്. ഏതായാലും അകത്തേക്ക് കയറി വരുന്നു. വന്നു കഴിയുമ്പം മാമച്ചായൻ പറയുന്നുണ്ട്, എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്തിക്കേ, എനിക്കൊരു പേരൊക്കെ മറന്നുപോയി എന്ന് പറയുമ്പോൾ, അയ്യേ മാമച്ചായൻ അതൊക്കെ മറന്നുപോയോ, ദേ ഇത് ബബിത മോളും ദേ ഈ നിൽക്കുന്നത് കൃഷ്ണമോളുമാണ് എന്ന് തലതിരിച്ച് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി കളിയാക്കും, പിന്നെ നല്ല കറക്റ്റ് ഓർമ്മശക്തിയാണ്, അങ്ങനെയല്ല കേട്ടോ, ദേ ഈ നിൽക്കുന്നതാണ് ബബിത, അത് കൃഷ്ണമോളാണ് എന്ന് മാറ്റി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ ഉച്ചപ്പട്ടിണി കിടക്കേണ്ടി വരും, ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് വിളിച്ച് പറയണമായിരുന്നു, പറഞ്ഞില്ലല്ലോ, ആ സ്ഥിതിക്ക് പട്ടിണി കിടക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെന്തായിട്ട് നീ അങ്ങനെ പറഞ്ഞ്, ഞാൻ ഗ്രേസിയമ്മയെ വിളിച്ച് പറഞ്ഞിട്ട്, ഗ്രേസിയമ്മ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുവാണ്. അന്നേരം ഗ്രേസിയമ്മ പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം നീ തൽക്കാലം ഇവരെ കൊണ്ട് റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക, അവരൊന്ന് ഫ്രഷ് ആയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ രേവതിക്കുട്ടി അവരെയും കൊണ്ട് റൂമിലേക്ക് പോവാണ്. അന്നേരം ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുക കേട്ടോ രോഹിത്ത്. അന്നേരം മുകളിലോട്ട് കയറി പോകണ രേവതി നിന്നിട്ട് ചോദിക്കും, ഇതെന്താ രോഹിയേട്ടൻ അവിടെ നിൽക്കുന്നത്, ബാന്ന് ഞങ്ങളുടെ കൂടെ കയറി വാ എന്ന് പറയും. അന്നേരം മാമച്ചായൻ രോഹിത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ഇവനെ ഞാൻ നിങ്ങളുടെ കൂടെ വിടുന്നില്ല, നിങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവന് ബോറടിക്കും, ഇവന് ഞാൻ കൊടുത്തോളാം എന്ന് പറയും. എന്നിട്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, മോന് ചെസ്സ് കളിക്കാനൊക്കെ അറിയാവോ എന്ന്. അന്നേരം അറിയാം എന്ന് രോഹിത്ത് പറയും. അന്നേരെ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതിനെ ചെസ് ബോർഡിൻ്റെ ഫ്രണ്ടിൽ പോയി പിടിച്ചിരുത്തിയേക്കരുത്, അതിലൂടെ ഓടി സമാധാനത്തോടെ അങ്ങോട്ട് പോകി നടക്കട്ടെ, മാമച്ചായൻ്റെ കൂടെ വന്നാൽ അതിൻ്റെ കാര്യം പോക്ക എന്നൊക്കെ പറയുമ്പോൾ, നീ ഒന്ന് പൊക്കെ, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് മാമച്ചായൻ രോഹിത്തിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനാണ് വണ്ടി ഓടിക്കുന്നത്. ഉറങ്ങാതെ കാത്തിരിക്കും എന്ന് പറഞ്ഞ ഗോവർദ്ധനൻ അരികെ കിടന്ന് നല്ല ഉറക്കമാണ്. അതിനിടയ്ക്ക് ഒന്ന് സ്ഥലം ബ്രേക്ക് ഇടേണ്ടി വന്നു. അന്നേരം ചാടി ഇരുന്നിക്കും. എന്നിട്ട് അയ്യോ ബാലേട്ടൻ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പം, താൻ പേടിക്കൊന്നും വേണ്ട, വണ്ടി ഇടിച്ചതൊന്നുമല്ല, ഫ്രണ്ടിൽ പോകുന്നവനൊന്ന് ചവിട്ടിയപ്പോൾ ഞാനും ചവിട്ടിയെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടൻ മടുത്ത് കാണില്ലേ, ഞാൻ ഇനി ഓടിക്കാമെന്ന്. അന്നേരം ബാലൻ പറയും, ഇല്ലടോ ഞാൻ അങ്ങനെ മടുക്കത്തൊന്നുമില്ല, ഇനി അങ്ങോട്ട് ഞാനും താനും ഒക്കെ ജിൽന്ന് നിൽക്കണം, അങ്ങനെ നിൽക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയും രേവതിക്കുട്ടിയും ഒക്കെയാണ് എല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. ആ സമയം ഗ്രേസിയമ്മയുടെ മാമച്ചായൻ്റെ നടുക്കാട്ടോ രേവതിക്കുട്ടി ഇരിക്കുന്നത്. അന്നേരം അലീന ചോദിക്കും, നീ എന്തിനാടി അവരുടെ നടുക്ക് കയറിയിരിക്കുന്നേ എന്ന്. അന്നേരം ഇവരുടെ നടുക്കല്ല, ഇവരുടെ തലയിൽ ഇരിക്കേണ്ടതാണ്, ആ സ്വഭാവം ഒരെണ്ണത്തിന്, പിന്നെ നിങ്ങൾ വന്നുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ശരിക്കും ഉണ്ടാക്കണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ കൂടെ വരുന്നവർ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് അവർക്ക് പട്ടിണി ആകണ്ടല്ലോ, അവർക്ക് വിഷമം തോന്നണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ഇവൾ പറയുന്നത് നിങ്ങളൊന്നും കാര്യമാക്കണ്ട, ഇവൾ ഇത്തിരി ഓവറാണ്, അങ്ങനെ ഇവൾ ഓവറാണ് എന്ന് പലരും പറയാറുമുണ്ട് എന്ന് പറയുക. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രോഹിത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവേ, അത് നേരാ, അതെനിക്കും തോന്നിയെന്ന്. അന്നേരം രേവതിക്കുട്ടി, അതേ വീര, ശരിക്കും ഓവർ ഞാനല്ല, വേറെ പലരുമാണ്, അങ്ങനെ ഓവറായാലേ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് തെളിയിച്ച ഒരാളുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നേക്കും പെട്ടെന്ന് രോഹിത്തിൻ്റെ മുഖം അങ്ങ് മങ്ങും. അന്നേരം നിനക്ക് ആവശ്യമില്ലാത്ത പറയാതിരിക്കാൻ മേലെ എന്ന് വെച്ച് ഗ്രേസിയമ്മ ഒരു നുള്ളും വെച്ച് കൊടുക്കും രേവതിക്കേട്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ഇവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെവിക്കിടെ കേട്ട് മറ്റേ ചെവിക്കിടെ അങ്ങ് വിട്ടേക്കണം, അത്രയും കഥയേ ഉള്ളൂ ആ സാധനത്തിന് എന്ന് പറയും. അതുപോലെ അലീനയും ദേഷ്യപ്പെടുന്നുണ്ട്, ഇത് എന്നതാ രേവതിക്കുട്ടി എന്ന് ചോദിച്ച്. അന്നേരം പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ബബിതയുടെ മുഖമൊക്കെ ഒന്ന് മങ്ങി പോകുന്നുണ്ട്. അന്നേരം എല്ലാവരും അങ്ങ് ആകെ ഇത്തിരി വിഷമത്തിലാകുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പെട്ടെന്ന് പറയും, ഇല്ല ഞാൻ നിർത്തി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്നിങ്ങനെ പറയുക. അന്നേരം പെട്ടെന്ന് രോഹിത് പറയും, എന്തിനാ നിർത്തുന്നത്, ഇനിയും പറഞ്ഞു ഒരു കുഴപ്പമില്ല, കുരയ്ക്കുന്ന പട്ടി കടിക്കുകയില്ല എന്ന് കേട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ, അതുകൊണ്ട് പറയേണ്ടവരങ്ങ് പറഞ്ഞു എന്ന് പറയും. അത് മാമച്ചായന് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെടും. മാമച്ചായൻ പറയാം, ഓ കൊടുത്തു, ഏതായാലും നല്ല രീതിയിൽ കൊടുത്തു, എനിക്ക് സമാധാനമായി എന്നിങ്ങനെ പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും വായിൽ നാക്കൊണ്ടെന്ന് ഞാൻ തെളിയിച്ചില്ലേ, അത്രയിലും എന്നെക്കൊണ്ട് പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ കറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നാൽ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആദ്യം ബീച്ചിൽ പോകണം, അത് കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് പോകണം, അതുപോലെ മാളിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാടി
സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചേക്കണം, എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടി പറ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എല്ലാവരും സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം രോഹിത്തും ബബിതയും രേവതിക്കുട്ടിയും കൂടി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം രേവതിക്കുട്ടിക്ക് ഏതോ ഒരു വീഡിയോ ഫോണിൽ എന്തോ എഡിറ്റ് ചെയ്ത് കൊടുക്കണം, അതിനുള്ളത് രോഹിത്തിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. അന്നേരം അവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് ബഫർ ചെയ്ത് നിൽക്കുന്നു, കിട്ടിയെന്നില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാമച്ചാൻ വരും. എന്നിട്ട് രോഹിത്തിനോട് എടാ മോനെ നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് അങ്കിളിനോട് അങ്ങോട്ട് പറയണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു, ആകെ ബോറടിച്ചു, നമുക്ക് പുറത്ത് പോകാം എന്ന് പറയുക. അന്നേരം രേവതിക്കുട്ടി അതെന്നെ പരിപാടിയാണ്, ഞാനല്ലേ ആദ്യം വീഡിയോ അയച്ചു തന്നത്, അതൊന്നും എനിക്ക് ശരിയാക്കി തരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പം ഞാൻ ബോറടിച്ചു, ഞാൻ അങ്കിളിൻ്റെ കൂടെ പുറത്തേക്ക് പോട്ടെ എന്ന് പറയുന്നു. അന്നേരം എന്തിനാ എന്ന് ചോദിക്കുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, നമുക്കൊന്ന് പുറത്തുനിന്ന് കറങ്ങിയിട്ട് വരാനേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ അങ്ങ് പോവാണ്. അന്നേരം കഷ്ടമായിപ്പോയി എന്ന് രേവതി പറയുമ്പം ബബിത പറയുന്നുണ്ട് ഇവിടെ ബോറടിച്ചിരിക്കുമായിരുന്നു, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അങ്കിൾ വന്നത്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയും എങ്കിൽ അവരങ്ങ് പോട്ടെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ബബിത അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് അലീനയും കൂട്ടി അവരുടെ റൂമിലോട്ട് പോവുകയാണ്. അവർക്ക് കൊടുത്തേക്കുന്ന റൂമിലോട്ട് ചെല്ലുന്നു. എന്നിട്ട് ബബിതയോടും കൃഷ്ണമോളോടും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തോളം പറയുവാണ്. എന്നിട്ട് എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയും. ബബിതയ്ക്ക് ഏതോ മാളിലൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട്, അവിടെ എല്ലാം നമുക്ക് പോകാം, എല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇത്രയും സ്ഥലത്തൊക്കെ അങ്കിളിനും ആൻറ്റിക്കും കൂടെ വരാൻ പറ്റുമോടി എന്ന് ചോദിക്കുമ്പോൾ അതിന് അവർ നമ്മുടെ കൂടെ വരുന്നില്ലെന്നേ, നമ്മൾ തനിച്ച് പോകുന്നുള്ളൂ എന്ന് പറയും. അന്നേരം അവരില്ലാതെ പോകുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു മോശവും ഇല്ല, അവർ നമ്മുടെ കൂടെ വരികയില്ല, അവരെ കെട്ടി വിളിച്ച് നമുക്ക് കൊണ്ടാകാൻ പറ്റുമോ, വയ്യെന്നേ അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ബബിതയോടും കൃഷ്ണമോളും റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് രേവതിക്കുട്ടിയും അലീനയും കൂടെ റൂമിൽ നിന്ന് പോകുന്നു. അവർ ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അത് കാണുമ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹമല്ലേ എന്ന് കൃഷ്ണമോള് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് അതേ നല്ല സ്നേഹമാണ്, അതുപോലത്തെ ഒരു അനീതി കിട്ടാനും വേണം ഭാഗ്യം എന്ന്. അന്നേരം കൃഷ്ണമോള് പറയും അയ്യോ അനീതി നന്നായിട്ട് കാര്യമില്ല, മുകളിലുള്ളതുങ്ങളെ നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം, അല്ലെങ്കിൽ അനീതിമാർ നല്ലതായിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നു. അന്നേരം രണ്ടുപേരോട് കയറി കിടക്കുവേ കട്ടിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പിണങ്ങി കിടക്കുവാണ്. അതിനിടയ്ക്ക് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ബബിതയോട് അതേ ബബിയേച്ചി ഇനി നമ്മുടെ കൂടെ നിന്ന് അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സന്തോഷത്തോടെ പിന്നെയും അങ്ങ് മുന്നോട്ട് പോകുമോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ, ചേച്ചിക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കും പെണ്ണെ എന്നിങ്ങനെ പറയുവാണ് ബബിത. അന്നേരം പിണങ്ങി കിടക്കും കൃഷ്ണമോള്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബബിത വന്ന് കൃഷ്ണമോളെയും കെട്ടിപ്പിടിച്ച് കിടന്ന് അവരൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചു, അതുകൊണ്ട് തന്നെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ ഓടിക്കട്ടെ ബാലേട്ട, ഒരുപാട് ദൂരമായില്ലേ മടുത്തില്ലേ എന്ന്. അന്നേരം ഇനി കുറച്ചുകൂടി അല്ലേ ഉള്ളൂ, അത് ഞാൻ ഓടിച്ചോളാം എന്ന് പറയുമ്പം കുറച്ചോ 150 കിലോമീറ്റർ ഉണ്ട് ഇനിയും എന്ന് പറയുമ്പം അതൊന്നും ഒരു ദൂരം അല്ലടോ, ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ അങ്ങോട്ട് ജിൽ നിൽക്കണമെന്ന്, അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അലീനയെ കാണിക്കുന്നുണ്ട്. അലീനയും രേവതിക്കുട്ടിയും കൂടി ഗ്രേസിയമ്മയുടെ റൂമിലോട്ട് വരുന്നു. വന്നു കഴിയുമ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് മോളെ നീ അവിടുന്ന് പോകുവാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ പാലായിൽ നിന്ന്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താ പ്രശ്നം, ശരിക്കുള്ള കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അലീന പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ആ വീട്ടിൽ നിന്ന് പോകാതെ മാഡം തിരിച്ചു വരികയില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയും ഇത് കുറേ കാലമായിട്ട് പറയുന്നതല്ലേ, അതിൽ വലിയ കാര്യമുണ്ടോ, അതിപ്പം അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഞാനാണ് അവിടുത്തെ പ്രശ്നക്കാരി, ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അതൊരു കുടുംബം ആകുവാണെങ്കിൽ ആകട്ടെ, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം അങ്ങനെ ആകും എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് അതെനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ അവിടുന്ന് മാറിക്കൊടുക്കാം, ശരിയാകുവാണെങ്കിൽ ശരിയാകട്ടെ, അല്ലാതെ ഞാൻ അവിടെ നിന്നിട്ട് ഇനിയും വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് എല്ലാവരും ചേച്ചി സ്നേഹിച്ച് തുടങ്ങിയപ്പം ചേച്ചി അവിടുന്ന് പോകുന്നു, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് വിഷമമുണ്ട്, പക്ഷേ ഞാൻ അവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ, എൻ്റെ വിഷമം ഞാൻ സഹിച്ചോളാം, പിന്നീട് ഒരു കാലത്ത് ഇതെല്ലാം ശരിയാകുവാണ് എങ്കിൽ അന്ന് ഞാൻ തിരിച്ചു വന്ന് അവരെല്ലാം കണ്ടോളാം എന്നിങ്ങനെ വളരെ വിഷമത്തോടെ പറയുമ്പം മാമച്ചാൻ ചോദിക്കുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം അവരോട് വൈജയന്തിയോട് ബാലേന്ദ്രൻ അങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ആകെ വിഷമത്തോടെ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ കാണിക്കുന്നു. ബാലേന്ദ്രൻ അങ്ങ് കൂനൂർ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. ഹോട്ടൽ റൂമിലേക്ക് ഗംഗാധര മേനോനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് അലീനയുടെ അച്ഛൻ്റെ പേര് സ്റ്റാൻലി ജോസഫ് എന്നാണ് എന്ന്. അത് കേട്ട് ഇങ്ങനെ മുഖമൊക്കെ മുറുകി ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നു. അതുപോലെ അലീന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാംചാനോടും ഗ്രേസിയമ്മോടും പറയുന്നതും കാണിക്കുന്നുണ്ട്.